ഹലോ ഗൈസ്. ഹായ് ഗൈസ്, നമ്മൾക്കൊന്ന് കാസിരംഗ ദേശീയോദ്യാനം വഴി പോയി വന്നാലോ? കടുവ സംരക്ഷണ കേന്ദ്രമല്ലേ? യെസ്. ജുറാസിക് കാലഘട്ടത്തിൽ മാത്രമേ ഇന്ത്യൻ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതിയിരുന്നവർക്ക് കാസിരംഗയിലേക്കുള്ള ഒരു യാത്ര അനിവാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി അവധിക്കാല കേന്ദ്രങ്ങളിൽ ഒന്നായ കാസിരംഗ ദേശീയോദ്യാനത്തിൻ്റെ 430 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി, ആന, പുൽമേടുകൾ, ചതുപ്പു നിലമുള്ള തടാകങ്ങൾ, ഇടതൂർന്ന വനങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. ലോക ജനസംഖ്യയുടെ ഏകദേശം 2/3 വരുന്ന 2200-ലധികം ഇന്ത്യൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ ഇവിടെയുണ്ട്. മേരി കഴ്സണിൻ്റെ ശുപാർശ പ്രകാരം 1908 രൂപീകൃതമായ ഈ ഒരു പാർക്ക് കിഴക്കൻ ഹിമാലയൻ ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളായ ഘോലാഗഡ്, നാഗോൺ ജില്ലകളുടെ അരികിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1985 ഈ പാർക്കിനെ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, ഇന്ത്യയിലെ വൈസ്രോയിയായ കെഡിൽസ്റ്റണിലെ ലോർഡ് കഴ്സൻ്റെ ഭാര്യ മേരി കഴ്സൺ ഇന്ത്യൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ കാണാൻ പാർക്ക് സന്ദർശിച്ചതായി പറയപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരെണ്ണം പോലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ബാക്കി നീ പറയും. ശരി, എന്ന് പറയാം. തുടർന്ന് ക്ഷയിച്ചു വരുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ അവർ ഭർത്താവിനെ പ്രേരിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം അവയുടെ സംരക്ഷണത്തിനായി ആസൂത്രണം ആരംഭിച്ചു. നിരവധി യോഗങ്ങൾക്കും രേഖകൾക്കും ശേഷം 1905 232 കിലോമീറ്റർ, അതായത് 90 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള കാസിരംഗ പ്രൊപ്പോസഡ് റിസർവ് വനം സൃഷ്ടിക്കുകയുണ്ടായി. പ്രസിദ്ധമായ വലിയ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തോടൊപ്പം ആനകളും കാട്ടുപോത്തും ചതുപ്പുമാൻ എന്നിവയുടെ പ്രജനന കേന്ദ്രമായി മാറി ഈ പാർക്ക്. കാലക്രമേണ കാസിരംഗയിൽ കടുവകളുടെ എണ്ണവും വർദ്ധിച്ചു. അതുകൊണ്ടാണ് 2006 കാസിരംഗയെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. കൂടാതെ പക്ഷി മൃഗാദികളുടെ സംരക്ഷണത്തിനായി ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ ഒരു പ്രധാന പക്ഷി മേഖലയായി ഈ പാർക്കിനെ അംഗീകരിച്ചിട്ടുമുണ്ട്. ലെസർ വൈറ്റ് ഫ്രണ്ടഡ് ഗോസ് ഫെറൂജിനസ് താറാവ്, ബെയേഴ്സ്, പോച്ചാഡ്, അതേപോലെ താറാവ്, ലെസർ അഡ്ജ്യൂട്ടൻറ്റ്, ഗ്രേറ്റർ അഡ്ജ്യൂട്ടൻറ്റ്, ബ്ലാക്ക് നേക്കഡ് സ്റ്റോർക്ക്, ഏഷ്യൻ ഓപ്പൺ ബിൽ സ്റ്റോർക്ക് തുടങ്ങിയ പക്ഷികൾ ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും പ്രത്യേകിച്ച് ദേശാടനം ചെയ്യുന്നുമുണ്ട്. സത്യത്തിൽ നിസ്സംശയമായും പാർക്ക് അതിൻ്റെ സമൃദ്ധമായ ആ മൃഗങ്ങളുടെ എണ്ണത്തിന് പേരുകേട്ടതാണ്. പക്ഷേ അതിലുപരി പാർക്കിൽ നടക്കുന്ന വന്യജീവി സംരക്ഷണ സംരംഭങ്ങൾ കൂടുതൽ ജനപ്രിയമാണ്. അതിശയകരമായ വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ വംശനാശ ഭീഷണി നേരിടുന്ന ഇനമായ ഇതേക്കുറിച്ച് അറിയാമോ? ഗ്രേറ്റർ വൺ ഹോൾഡ് കണ്ടാമൃഗങ്ങളുടെ അല്ലെങ്കിൽ കണ്ടാമൃഗത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനാൽ പാർക്കിന് വിജയകരമായി വിജയിക്കുവാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഉയരമുള്ള പല്ല് ചേട്ടാ, തെറ്റിപ്പോയി. ഉയരമുള്ള ആനപ്പുല്ല് എന്നാണ് പറയുന്നത്. അതേപോലെ ചതുപ്പ് നിലം, ഇടതൂർന്ന ഉഷ്ണമേഖല, ഈർപ്പമുള്ള വിശാലമായ ഇലകളുള്ള വനങ്ങൾ എന്നിവ ഈ പാർക്കിനെ മനോഹരമാക്കുന്നുണ്ട്. പക്ഷേ ബ്രഹ്മപുത്ര നദിയുടെ സാന്നിധ്യമാണ് അതിനെ നിഗൂഢമായി തോന്നിപ്പിക്കുന്നത്.